അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉടമ മനാഫിനെ മർദ്ദിച്ച് കർണാടക പോലീസ്. ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് കാണാം. സരീഷ, ഈയൊരു നമുക്കറിയാം ഇന്നിപ്പോൾ 5ാമത്തെ ദിനമാണ് അർജുനെ കാണാതായിട്ട്. ബന്ധുക്കൾ ആരോപിക്കുന്നത് അവരുടെ ആരോപണം തന്നെ കാര്യക്ഷമമായ രീതിയിൽ ഒരു അന്വേഷണം തുടക്കത്തിൽ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ഗുരുതരമായ ഒരു വീഴ്ച അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇപ്പോഴിതാ ഒരു കയ്യേറ്റ ശ്രമത്തിലേക്ക് എത്തിയ ഒരു സാഹചര്യം എന്താണ്? വിശദാംശങ്ങൾ. മനാഫ് ശാസ്ത്രീയമായ രീതിയിലല്ല വാഹന അല്ലെങ്കിൽ ഈ പരിശോധന നടക്കുന്നത്. റോഡിന്റെ ഇടതുവശം ചേർന്നാണ് വാഹനമുള്ളത്. GPS ആ സിഗ്നൽ അവിടെ നിന്നാണ് ലഭിച്ചത്. പക്ഷെ ഇപ്പോഴും അവിടെ കാര്യക്ഷമമായ പരിശോധന നടക്കുന്നില്ല എന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ വ്യക്തിയാണ് മനാഫ്. ഇത് കൃത്യമായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴും MLA എത്തിയപ്പോഴും എല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ SP എത്തിയപ്പോഴും ഈ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. അതിനിടയിലാണ് ഈ ബന്ധുക്കളെയും ഒപ്പം ഈ ലോറി ഉടമയെയും ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല, രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നൊരു ആരോപണം ഉയർന്നപ്പോൾ ബന്ധുക്കൾക്ക് പോവാം എന്നൊരു നിലപാട് SP എടുത്തത്. കാരണം ബന്ധുവല്ല, ഈ മനാഫ് ഇദ്ദേഹത്തിന്റെ ബന്ധുവല്ല, ലോറി ഉടമ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കയറ്റിവിടേണ്ട എന്നുള്ളൊരു സമീപനമായിരുന്നു സ്വീകരിച്ചത്. ഇന്നലെ മനാഫിനെ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് കടത്തിവിട്ടതാണ്. കാരണം GPS ട്രാക്കർ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫോണിലാണ്. എവിടെ നിന്നാണ് സിഗ്നൽ ലഭിച്ചത് എന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ മനാഫിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരാളെ മാറ്റി നിർത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ അത് ചോദ്യം ചെയ്യുകയും എത്തിയ ഉദ്യോഗസ്ഥർക്ക് മുന്നിലും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾക്ക് മുന്നിലും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും മനാഫ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അതിക്രമം കൂടി ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ഈ ബാരിക്കേഡിന് സമീപത്തെത്തിയ അദ്ദേഹം പോലീസുകാരോട് തന്നെ കടത്തിവിടണം, തന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്, തന്റെ കയ്യിലാണ് GPS സംവിധാനമുള്ളത്, എവിടെയാണ് എന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ തനിക്ക് സാധിക്കും എന്ന് മനാഫ് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നു. മനാഫ് പല സംസ്ഥാനങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കന്നഡ ഉൾപ്പെടെ കൃത്യമായി കൈകാര്യം ചെയ്യാനാവുന്ന ആളാണ്. അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരുമായി കന്നഡത്തിൽ സംസാരിക്കുന്നു. പക്ഷേ അനുവദിക്കാനാവില്ല എന്ന് പോലീസ് നിർബന്ധം പറയുന്നു. GPS ട്രാക്കർ ഉൾപ്പെടെ കാണിച്ചിട്ടും അദ്ദേഹത്തെ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. അതിനിടയിലാണ് ഈ പിടിച്ചു തള്ളുന്ന, അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടുത്തെ CI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം മനാഫിനെ പിന്നിലേക്ക് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനിടയിൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയും മനാഫിനെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു സമീപനമാണ്. നേരത്തെ പോലീസ് മാധ്യമപ്രവർത്തകരോടും ഇതേ സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അവിടെ കാര്യങ്ങൾ കൃത്യമായല്ല നടക്കുന്നത്, രക്ഷാപ്രവർത്തനം കൃത്യമായല്ല മുന്നോട്ട് പോകുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്ത മുഴുവൻ മാധ്യമപ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് നീക്കുന്ന രംഗങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. നമ്മളും അതിന് ദൃക്സാക്ഷികളാണ്. കാരണം നമ്മൾ നേരത്തെ പോയ വാഹനത്തിൽ നിന്നും മാറ്റി പോലീസ് ജീപ്പിൽ നിർബന്ധപൂർവ്വം പിടിച്ചു കയറ്റി നേരത്തെ ഉണ്ടായിരുന്ന 3 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ഇറക്കി വിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സമാനമായ ഒരു സാഹചര്യം തന്നെ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന് ഒപ്പം തന്റെ വാഹനം അതിവേഗം കണ്ടെത്തണം എന്ന ആവശ്യമുയർത്തിയ ഒരാളെ തള്ളി മാറ്റുകയും ഏതാണ്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതായത് രക്ഷാപ്രവർത്തനം ശരിയല്ല എന്ന് പറയുന്നവരെ മുഴുവൻ ബലം പ്രയോഗിച്ച് നീക്കുകയും അവരുടെ ശബ്ദം ഇല്ലാതാക്കുക എന്നുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്ന് ഈ സംഭവത്തോടെ വ്യക്തമാവുകയാണ്. സരീഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഘട്ടത്തിൽ എത്തരത്തിലാണ് ഈ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്? നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ്? ഇപ്പോൾ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കായുള്ള നിലമൊരുക്കുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം റഡാർ സംവിധാനത്തിൽ പരിശോധന കൃത്യമാവണമെങ്കിൽ ഏതാണ്ട് 6 മീറ്റർ മണ്ണിടിഞ്ഞിട്ടുണ്ട്. ആ 6 മീറ്ററിൽ നിന്നും 4 മീറ്റർ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണം. സാധാരണഗതിയിൽ
റഡാർ സംവിധാനത്തിന് സാധാരണ ഭൂമിയിൽ 4 മീറ്ററിൽ താഴെയുള്ള ലോഹപദാർത്ഥങ്ങളെ കണ്ടെത്താൻ ആവുകയില്ല. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ദുഷ്കരമാണ്. കാരണം ചെളിയും മണ്ണും കല്ലും നിറഞ്ഞ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ 2.5 മീറ്റർ മാത്രമേ ഏതാണ്ട് ഈ റഡാറിന്റെ റേഡിയസ് ലഭിക്കുകയുള്ളൂ. നേരത്തെ ചില സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ലോറിയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വെച്ചൊരു ആവശ്യം, അതായത് NDRF-നോടും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനോടും രക്ഷാപ്രവർത്തകരോടും ഒക്കെ അവർ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം, NIT ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ച ആവശ്യം, കുറച്ചുകൂടി മണ്ണ് മുകളിൽ നിന്ന് നീക്കണം. അങ്ങനെയെങ്കിൽ താഴെ തട്ടിലേക്ക് എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണ് ലോറി ഉള്ളത് എന്നുള്ളത് കൃത്യമായി കണക്ട് ചെയ്യാനാവും എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല. പക്ഷേ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തിയിരുന്നു. ഇതോടെ 3 വലിയ ഇറ്റാച്ചികൾ ഇവിടേക്ക് എത്തിച്ച് മുകളിൽ നിന്നും മണ്ണ് മാറ്റുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ മണ്ണ് മാറ്റിയ ശേഷം വീണ്ടും റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തും. നേരത്തെ GPS കണ്ടെത്തിയ അല്ലെങ്കിൽ GPS സിഗ്നൽ അവസാനമായി ലഭിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും പരിശോധന നടത്തുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടെയെങ്കിലും ശുഭസൂചകമായ ഒരു വാർത്ത ലഭിച്ചാൽ അത് ഏറെ ഗുണകരമാവും. പക്ഷെ അപ്പോഴും എത്ര പെട്ടെന്ന് ഈ മണ്ണ് നീക്കാൻ പറ്റും എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ആ മണ്ണ് ഒരുപക്ഷെ ഈ 100 മീറ്ററോളം ദൂരം ഇപ്പോഴും മണ്ണ് ഇടിഞ്ഞു കിടക്കുകയാണ് ഈ സൈഡിൽ. അതായത് ഇപ്പോൾ 4 വരിപ്പാതയിൽ 2 വരിപ്പാത കൃത്യമായി അവർ വൃത്തിയാക്കി കഴിഞ്ഞു. അതിൽ ഗതാഗതം പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ പല ഭാഗങ്ങളിലും നടക്കുന്നുമുണ്ട്. പക്ഷേ നേരത്തെ മുതൽ സൂചിപ്പിച്ചിരുന്ന മറുവശം, അവിടെ റോഡിന് സമീപത്തായി തന്നെ ഉള്ള, അതായത് ഇപ്പോൾ നിലവിലുള്ള മല നിൽക്കുന്ന മണ്ണിടിഞ്ഞ പ്രധാന ഭാഗത്ത് തന്നെയാണ് ഇവർ GPS സിഗ്നലും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ പാതയിൽ നിന്ന് എത്രത്തോളം മണ്ണ് നീക്കം ചെയ്ത് ഈ ലോറി കണ്ടെത്താനാകും എന്നത് ഇപ്പോഴും ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ്. എന്തായാലും റഡാറിന് വേണ്ടിയുള്ള റഡാർ സിഗ്നൽ ലഭിക്കാനുള്ള ആവശ്യമായ മണ്ണ് നീക്കമാണ് ഇപ്പോഴും നടക്കുന്നത്. സരീഷ്, മറ്റൊരു കാര്യം, ഈ പുഴയിലും റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നൊരു വാർത്ത വന്നിരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? ജില്ലാ കളക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നത് കരയിലും ഒപ്പം തന്നെ പുഴയിലും റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തും എന്നുള്ളതാണ്. കാരണം പുഴയിലേക്ക് ഈ ലോറി ഒഴുകിപ്പോവാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു നിഗമനം ഉണ്ടായിരുന്നു. ഇന്നലെ നാവികസേനാംഗങ്ങൾ പ്രാഥമികമായ ഒരു പരിശോധന മാത്രമാണ്, മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ എത്തി പ്രാഥമികമായ പരിശോധനകൾ മാത്രമാണ് നടത്തിയത്. എന്നാൽ പോലും ഇനിയുമുള്ള, അല്ലെങ്കിൽ ഈ കരയിൽ ഇല്ലെങ്കിൽ പുഴയിൽ ഒരു പരിശോധന എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും സിഗ്നലുകളും ഒപ്പം തന്നെ ഫോണിന്റെ സിഗ്നലും ഉൾപ്പെടെ കരയിൽ തന്നെ കാണിക്കുന്നതിനാൽ കരയിലാണ് ആദ്യ പരിശോധന നടക്കുന്നത്. ഇവിടെ ഏതെങ്കിലും രീതിയിൽ സൂചനകളോ അല്ലെങ്കിൽ സിഗ്നലുകളോ ലഭിക്കുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും പുഴയിലേക്കുള്ള പരിശോധന നടത്തുക. ആദ്യ പരിഗണന ഇപ്പോൾ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിഗണനയിൽ ആദ്യ പരിഗണന നൽകിയിരിക്കുന്നത് ഈ കരയിലെ പരിശോധനയ്ക്ക് തന്നെയാണ്.